ഇനി മലപ്പുറത്തേക്ക് പോയാൽ ഇപ്പോൾ കാണുന്നത് വിലങ്ങാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ഇപ്പോൾ ആറുകൾ കരകവിഞ്ഞൊഴുകുന്നു, തോടൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിശക്തമായ മഴയാണ് വിലങ്ങാട് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും വിലങ്ങാട് നിന്നിപ്പോൾ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറം കൈനോട് മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടുകൾ വലിയ അപകട ഭീഷണിയിലാണ്. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ കൈനോട് സ്വദേശി ഉമൈബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ അടുക്കള ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഉമൈബ. മണ്ണിനൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. നിരവധി മഴക്കെടുതികളും ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ ഒരു ദൃശ്യങ്ങൾ വന്നിരുന്നു. മലപ്പുറത്ത് കൈനോട് വീടുകളുടെ മതിലുകൾ ഇടിഞ്ഞു വീണ് അടുക്കള ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അതിനകത്ത് പെട്ടുകിടക്കുന്നതും അവർ കരയുന്നതുമായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു. ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു 3 വീടുകളാണ് ഇവിടെയുള്ളത്. ഈ വീടുകളുടെ പുറത്തെ ഭാഗത്ത്, അതായത് അടുക്കള ഭാഗത്തുള്ള മതിലാണ് വ്യാപകമായി ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ സമയം ഇന്ന് രാവിലെ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് വീടിന്റെ പ്രവേശത്തുണ്ടായിരുന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത്. കൈനക്കോട് സ്വദേശി ഉമൈബയ്ക്കാണ് പരിക്കേറ്റത്. അവരെ ഇപ്പം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാലിലും മറ്റുമൊക്കെ പരിക്കുണ്ട് എന്നുള്ളതാണ്. ഒരല്പം മുകളിൽ നിന്നാണ് താഴേക്ക് കല്ലുകൾക്കൊപ്പം അവരും പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിന്റെ അടുക്കള ഭാഗത്താണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഏതായാലും നമുക്ക് കൗൺസിലറോട് ചോദിക്കാം. മലപ്പുറം നഗരം ഇത് ഏത് വാർഡാണ്? വാർഡ് 30 പാമ്പാടാണ് വാർഡ്. പാമ്പാട്. എപ്പോഴാണ് സംഭവം ഉണ്ടായിരുന്നത്? ഇത് രാവിലെ ഒരു 7:15 രാവിലെ. ഇപ്പൊ ഈ അടുക്കള ഭാഗത്ത് ആയിരുന്നു ഒരു അടുക്കള ഭാഗത്തുണ്ടായിരുന്നു. താഴേക്ക് പോയത്. കാലിന് ചെറിയ പരിക്കുണ്ട്, കയ്യിനുണ്ട്. ആശുപത്രി കൊണ്ട് ബ്ലോക്കിലുണ്ട്. ഇപ്പം മറ്റ് പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്? ഇല്ല, ഇവിടെ മേലുണ്ട്, ഫ്ലാറ്റിന്റെ അവിടെ ഒരു വീട് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം വന്നുള്ള പ്രശ്നങ്ങളൊക്കെ വെള്ളം ഒഴുകിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തടമെടുത്ത് ഇങ്ങോട്ട് ഒന്നായിട്ട് വന്നിട്ടേ ഈ മതിലിനോട് ജാമായിട്ട് അങ്ങനെ ഒന്നായിട്ട് തള്ളിയാണ്. മതിലായിരുന്നു ഇവിടെ? അത് മതിലേനു, ചുറ്റുമതിലാണ്. ആ സമയത്ത് അവര് മാത്രം, വേറെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അവരും പോകും. കാരണം അടുക്കള ഉണ്ടായിരുന്നു. ഈ വീടിന്റെ ഭാഗത്ത് മതിലൊക്കെ ആ മണ്ണ് പോയിട്ടുണ്ടോ? വീടിന്റെ ഭാഗത്ത് നല്ല ഹൈറ്റുള്ള, അടിയിൽ നല്ല ഹൈറ്റുള്ള മതിലാണ്. ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടൊക്കെ സംഭവിച്ചാണ് ഇതൊക്കെ ഇവിടെ. അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആളുകളുണ്ട്? വീട്ടിൽ പുറത്തുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ കഴിച്ചിലായി. പിന്നെ ഒരാളവിടെ ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഇവിടുന്ന് പൊട്ടി വീണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ അതോടുകൂടി അങ്ങനെ ആ വൃത്തം മുട്ടു അങ്ങോട്ട് പോയി. അവിടെ വരെ സംബന്ധം രക്ഷപ്പെടുത്തിയൊക്കെ വലിച്ചു കയറ്റി. അപ്പൊ ഇതിന് ഇപ്പം ഈ 3 വീടുകളിലെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയാണ് സമയത്തൊരു മദ്രസയിൽ. ഇത് എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞത്? ഇപ്പൊ നേരെ ഇടിഞ്ഞിട്ടുള്ളൂ, രാവിലെ ഒരു 6 മണി കഴിഞ്ഞാരം. അപ്പൊ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പുറത്ത് ആരും ഇല്ല. ഞങ്ങളൊക്കെ ഇപ്പുറത്ത് നീച്ചിട്ടില്ല. അതിന് കുട്ടികള്, ഞാനും ഉണ്ട്, എല്ലാരും ഉണ്ട്. അതിന്റെ ഒരു വെള്ളിച്ച ഇങ്ങനെ ഉക്കുങ്കല്ലുമൊക്കെ ഇറങ്ങിയപ്പോ ഉണ്ടായി അടിഭാഗത്ത്. അതിലൊന്നായിട്ടാണ് ചാടി. ഒന്നായിട്ടാണ് ചാടി, അങ്ങോളം ചാടി. അപ്പൊ അടുത്ത അവിടെ ഓര് തുറന്നെടുക്കേ, ഓര് ചാടി. അതിന് പൊട്ടു. ഇത്തർക്ക് നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ ഇത്തർക്ക് രീതിയിലാണ് കുട്ടിന്റെ. അപ്പൊ ഓലെ കൈതിന് കുറച്ച് ഒരു ബെല്ലിന് എന്താ മുറിന് ഓല ആശുപത്രിയിൽ കൊണ്ടുപോയി. വീടിന്റെ തറന്റെ ഭാഗത്തൊക്കെ മണ്ണ് പോയിട്ടുണ്ടല്ലേ? ആ ഒന്നായിട്ട് ഇടിഞ്ഞേക്കും. എങ്ങോട്ടാ മാറ്റുന്ന? ഈ മദ്രസക്ക് മാറ്റാന്നാണ് പറഞ്ഞത്. ആർക്കും നിക്കാൻ പറ്റൂല. ഭാഗ്യവശാൽ ചെറിയ ഒരു പരിക്കുകളോട് കൂടി അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ ഒരു വീടിന്റെ പ്രകോശമാണ്, അടുക്കള ഭാഗമാണ്. ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഏരിയയാണ്. ഇതൊരു വലിയ മതിലായിരുന്നു. വെള്ളം വന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചതോടുകൂടിയാണ് ഈ മതിൽ പൂർണ്ണമായും പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായ. മതിലിനൊപ്പമായിരുന്നു സ്ത്രീയും അങ്ങ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. പക്ഷേ അത് ചെറിയ രീതിയിൽ ചെറിയ പരിക്കുകളോട് അവർ രക്ഷപ്പെട്ടു. മറ്റാർക്കും പരിക്കില്ലാത്തതും ആ സമയത്ത് ഈ ഭാഗത്ത് ആരും ഇല്ലാതിരുന്നാലൊക്കെ വലിയ ദുരന്തം ഒഴിവായി എന്നുള്ള ആശ്വാസത്തിൽ കൂടിയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. ജംഷീർ കൊടിഞ്ഞ്, വീഡിയോ ആവണം.